ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലുള്ള വിവാദമാണല്ലോ ഹിജാബ് വിവാദം, സെന്റ് റീത്താസ് സ്കൂളില്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ ഈ ഒരു സ്കൂളിന്റെ ഒരു കേസ്, ഇപ്പോൾ സെന്റ് റീത്താസ് സ്കൂളിലെ ഇങ്ങനെ പാരന്റും മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റ് തമ്മിലൊരു കേസ്, ഇവർ തമ്മിൽ എന്നെ തീർക്കേണ്ട ഒരു കേസായിരുന്നു. ഇതിപ്പം പബ്ലിക്കിലേക്ക് എത്തി, സോഷ്യൽ മീഡിയ എത്തിക്കഴിഞ്ഞ്, മാപ്പിളയുടെ കൈമിൽ എത്തിക്കഴിഞ്ഞ് മൊത്തം സ്പ്രെഡായി. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് പാരന്റും ഈ സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ രമ്യമായിട്ട് തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇത് മതത്തിന്റെ നേതാക്കന്മാർ ഇടപെട്ട്, രാഷ്ട്രീയക്കാർ ഇടപെട്ട്, ഇതിനൊന്നും ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടീനെ കാണുമ്പോൾ കുട്ടിക്ക് അവിടെ അത് ആ സ്കൂൾ മാനേജ്മെന്റിന് അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരാണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഹിജാബ് ഇട്ട് വരുന്ന ഈ കുട്ടീന്റെ മതത്തിന്റെ ഒരു ഇതാണ്. അവര് ഇപ്പൊ മുസ്ലിം മതത്തിൽ എല്ലാവരും തട്ടിട്ടോണമെന്നില്ല, അല്ല ചില ആൾക്ക് ഹിജാബ് ഇടുന്ന ആൾക്കാരുണ്ടാവും, ഹിജാബ് ഇടാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ, ഈ കുട്ടി ഇതിട്ട് വരുമ്പം ഇത് കുട്ടീന്റെ മത അനുഷ്ഠാന ഇതിന് വേണ്ടിയിട്ട് ഇട്ട് വരുന്ന ഈ ഹിജാബിന് അവർക്ക് അത് അലൗഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശിരോവസ്ത്രം ഇട്ട ഒരു കന്യാസ്ത്രീ ഒരു സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പളാണ് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവരുടേതായ എന്താ പറയാ മതാചാരത്തിന്റെ അത് ഇട്ടിട്ടാണ് ഈ കുട്ടിയുടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കുട്ടിന്റെ പേരന്റ് ഈ കുട്ടീനെ അവിടെ ചേർത്ത സമയത്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എതിരാണെന്നല്ല പറയുന്നത്. അപ്പൊ അവിടെ ഒരു മെമ്മറാണ്ടം ഉണ്ടാവുമല്ലോ, അതിലുണ്ടാവുമല്ലോ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെയാണ്. അത് ഇവര് വായിച്ചു നോക്കിയില്ലേ? ഓക്കെ. എന്നാൽ പോലും ഈ ഒരു കേസ് വന്ന സമയത്ത് ഈ കുട്ടീനെ അവിടുന്ന് ഇപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്ന എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുണ്ട്, അല്ലാത്ത മറ്റുള്ള മതത്തിലുള്ള ആൾക്കാർ സ്കൂളുണ്ട്, അവിടത്തേക്ക് മാറ്റുക. ഇപ്പോൾ TC വാങ്ങാന്ന് കുട്ടിയുടെ പാരന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു ഇഷ്യൂ ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകും. കാരണം മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ കറുപ്പ് എടുത്ത് വരികയായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മളൊക്കെ അരവണ കൊണ്ടുവരുന്ന കാത്തിക്കുകയായിരുന്നു. നമുക്കൊക്കെ ആ സമയത്ത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അന്ന് ആരും വിവാദമാക്കിയില്ല. അതേപോലെ ഹിജാബ് ഇട്ട് വരുന്നവരുണ്ട്. ചില കുട്ടികൾ ഹിജാബ് ഇട്ട് വരും, അന്ന് ചില കുട്ടികൾ ഇടാതെ വരും, കുറി തൊട്ട് വരും, പിന്നെ കൊന്തിട്ട് വരും. ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അതൊക്കെ അത് മതസൗഹാർദ്ദത്തിന്റെ ഒരു അടയാളമായിട്ട് അങ്ങനെ പോയിരുന്നു. ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം ചെറിയ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അത് വിവാദമാക്കാൻ വേണ്ടി കുറെ മതനേതാക്കന്മാര്, രാഷ്ട്രീയക്കാര്, അല്ലാത്ത കുറച്ച് ആൾക്കാര് സോഷ്യൽ മീഡിയ എടുത്തിടുന്ന് വിവാദമാക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ചെറിയ കേസ്. ഇതിപ്പം ആ കുട്ടിക്ക് അവിടെ ഇത് അലൗഡ് അല്ല. അപ്പൊ ആ സ്കൂൾ മാനേജ്മെന്റ് ഇതും പാരന്റും തമ്മിൽ തീർക്കേണ്ട കേസാ. പറ്റൂല്ലെങ്കിൽ അടുത്ത സ്കൂളിലേക്ക് TC വാങ്ങി പോവുക. ഓക്കെ, ഇവർക്ക് അത് അവര് അലൗഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നിന്നും TC വാങ്ങി അടുത്ത സ്കൂളിലേക്ക് പോയാൽ പോരെ. എങ്ങനെ അപമാനിക്കുന്ന ഒരു സ്കൂളിൽ പോയിട്ട്, ഇത് അനുവദിക്കാത്ത സ്കൂളിൽ പോയിട്ട് എന്തിനാ നിൽക്കുന്നത്? പിന്നെ ഒന്നാമത്തെ തെറ്റ് പറഞ്ഞാൽ ഇതിൽ മെമ്മറാണ്ടം എന്ന സാധനം ഉണ്ടാവില്ലേ, ഇതിൽ ഇന്ന ഡ്രസ്സ് ഇടാവൂ എന്നുള്ള ഒരു കോഡ് ഉണ്ടാവും ഓൾറെഡി. ഓക്കെ, ആ കോഡ് ആദ്യം ഇവര് പറയൂലേ എന്നതാ ഹിജാബ് ഇടാൻ പറ്റില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റൂൾസ് ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഈ കുട്ടി ഹിജാബ് ഇട്ട് വന്നെന്ന് പറയുന്നുണ്ട്, ഹിജാബ് ഇടാതെ വന്നെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ വളരെ മോശമായി പോയി. ചെറിയൊരു സിമ്പിളായിട്ട് തീർക്കേണ്ട ഒരു കേസ് ജനങ്ങളിലേക്ക് എത്തിച്ച് എന്താ പറയാ വഷളാക്കി തന്നെ പറയണം. അപ്പം മനുഷ്യരുടെ ചിന്തകൾ നന്നായാൽ മനുഷ്യൻ നന്നാവും. മനുഷ്യർ നന്നായി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നന്നാവും. അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ അതെന്ന ചെറിയ ജീവിതമാണ്. ഈ ശ്വാസം ഒന്ന് മേലോട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വെറും പുഴുവിന് ഭക്ഷിക്കാനുള്ളതാണ്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. അപ്പോൾ ഇത്രയും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ.